ഒരു കമ്പനിയിൽ എംപ്ലോയറിന്റെ മൈൻഡ് സെറ്റും എംപ്ലോയിയുടെ മൈൻഡ് സെറ്റും ഡിഫറെൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു കമ്പനിയിൽ അങ്ങനെ ആ ഒരു എംപ്ലോയറിന്റെയും എംപ്ലോയിയുടെയും മൈൻഡ് സെറ്റ് വ്യത്യാസം എന്ന് പറയാൻ? എംപ്ലോയി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതിന് ശരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഡിഫൈൻ ചെയ്യപ്പോഴും എക്സ്പീരിയൻസ് ഡിഫറൻസ് എന്നുള്ളതാണ്. കാരണം ഒരു എംപ്ലോയർ എന്ന് പറയുന്നത് അദ്ദേഹം കടന്നു പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ അവസ്ഥയും ജോലിയിലേക്ക് കയറുന്ന അല്ലെങ്കിൽ 1, 2, 3 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് മൈൻഡ് സെറ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് യാത്രകളിലൂടെ. യാത്ര എന്ന് പറയുമ്പോൾ മനുഷ്യൻ സഞ്ചരിക്കുന്ന അവസ്ഥകളിൽ നിന്നാണ് മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നത്. കാരണം ഒരു എംപ്ലോയർ എന്ന് പറയുന്ന സമയത്ത് അയാൾ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതിന് മുന്നേ ആൾ എംപ്ലോയി ആയിട്ടുണ്ടാവും, പിന്നെ അയാൾ സെൽഫ് എംപ്ലോയി ആയിട്ടുണ്ടാവും, പിന്നീടായിരിക്കും അയാൾ ഒരു എംപ്ലോയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഈ സാഹചര്യങ്ങളിലെല്ലാം അയാൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അതിൽ നിന്നാണ് ശരിക്കും ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം രൂപപ്പെട്ടിരിക്കുന്നത്. എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് മാത്രമാണ് അവർക്കുള്ളത്. മേ ബി അയാൾ 1, 2, 3 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത പരിചയം, അല്ലെങ്കിൽ ഒരേ സ്ഥാപനത്തിൽ തന്നെ 4, 5 കൊല്ലം വർക്ക് ചെയ്ത പരിചയം, അല്ലെങ്കിൽ 1 കൊല്ലം വർക്ക് ചെയ്ത പരിചയം, ചിലപ്പോൾ പുതിയതായിട്ട് ജോലിക്ക് കയറിയ ആളുകളാവാം. ഇവരുടെ എല്ലാം എക്സ്പീരിയൻസിന്റെ ഷോർട്ടേജ് അവരുടെ മൈൻഡ് സെറ്റിനെയും തന്നെ ബാധിക്കുന്നുണ്ട്. ഇതാണ് ഈ എംപ്ലോയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതിൽ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്.